പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാതും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 3-ാമത് വാക്യം, അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മൊഴികളാലും തർക്കിക്കുമോ എന്ന വാക്കുകളാണ്. ഭക്തനായ ഇയ്യോബിനോട് എലീഫസ് ചോദിക്കുകയാണ്, പ്രയോജനമില്ലാത്ത വാക്കുകളും ഉപകാരമില്ലാത്ത മൊഴികളും പറഞ്ഞ് നീ എന്തിനാണ് തർക്കിക്കുന്നത് എന്ന ചോദ്യമാണ്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 32-ാം വാക്യത്തിൽ വാഗ്ദത്ത ദേശം ഉറ്റുനോക്കുവാൻ കടന്നുപോയതായ ആളുകളിൽ കൂടുതൽ വരുന്ന ആളുകൾ ഇസ്രായേൽ പാളയത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ ഉപകാരമില്ലാത്ത പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അവർ പാളയത്തിൽ പറയുവാനിടയായി. അവർ പറഞ്ഞ ദുർവർത്തമാനം നിമിത്തം പാളയത്തിനകത്ത് നിലവിളിയും ഉറക്കമില്ലാഴികയും ഉണ്ടായി എന്ന് ഓർപ്പിക്കുന്നുണ്ട്. വളരെ വാസ്തവ വിരുദ്ധമായ കാര്യമായിരുന്നു ഉറ്റുനോക്കുവാൻ പോയതായ ആളുകൾ പാളയത്തിലേക്ക് കടന്നു വന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. എന്നാൽ നാം ശമൂവേലിനെഴുതിയ 2-ാം പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നതായ വാക്കുകൾ, അബ്ശാലോം ദാവീദിനെ വിട്ടു പോവുകയും എന്ത് തീരുമാനമെടുക്കണമെന്ന് താൻ ആലോചന ചോദിക്കുകയും ചെയ്തപ്പോൾ അഹീത്തോഫേലിൻ്റെ ആലോചനയേക്കാൾ ഹൂശായിയുടെ ആലോചന നല്ലതെന്ന് അബ്ശാലോം കണ്ടു എന്നതാണ്. അപ്പോൾ പ്രയോജനമുള്ളതും പ്രയോജനമില്ലാത്തതുമായ വാക്കുകൾ ഈ ഭൂമിയിൽ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയാറുണ്ട്. നാം തിരഞ്ഞെടുക്കുന്നത് എന്താണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഗമനങ്ങൾ സംഭവിക്കപ്പെടുന്നത്. ദുർവർത്തമാനം പറഞ്ഞ പ്രയോജനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞ ഇസ്രായേൽ പ്രഭുക്കന്മാരായ ആളുകളുടെ വാക്ക് നിമിത്തം ജനത്തിൻ്റെ ഇടയിൽ കലഹവും നിലവിളിയും ഉറക്കിളപ്പുമുണ്ടായി എങ്കിൽ യഥാർത്ഥമായ ആലോചനയെ മാറ്റിക്കൊണ്ട് അർത്ഥശൂന്യമായ ഹൂശായിയുടെ വാക്ക് കേട്ട അബ്ശാലോമിന് പതർച്ച സംഭവിക്കപ്പെട്ടു എങ്കിൽ യഥാർത്ഥമായി ദൈവശബ്ദം പറഞ്ഞ അഹീത്തോഫേലിൻ്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ അത് നന്മയായി ഭവിച്ചേനെ എന്നും തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇയ്യോബ് പറഞ്ഞത് വാസ്തവമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണെങ്കിൽ പോലും തൻ്റെ സ്നേഹിതന്മാർക്ക് അത് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയാഴിക കൊണ്ട് യഥാർത്ഥ്യങ്ങൾ പറഞ്ഞ സത്യം പറഞ്ഞ ഇയ്യോബിനെ അവർ തിരസ്കരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യവിരുദ്ധമായ പ്രയോജനരഹിതമായതിൻ്റെ പിന്നാലെ പോകുന്നവരായിട്ടല്ല, സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ വാക്കുകൾക്ക് പ്രാധാന്യത നൽകി മുൻപോട്ട് പോകുന്നവരായി തീരുവാൻ
നമുക്ക് ഉത്സാഹിക്കാം. അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും കൃപ നൽകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഒരു ഹൂശായുടെ വാക്കിൻ്റെ പിന്നാലെയോ ഒരു ദുർവർത്തമാനം പറയുന്ന ഇസ്രായേൽ മക്കളുടെ പിന്നാലെയോ ഞങ്ങൾ പോകുന്നവരായിട്ടല്ല, സത്യം സത്യമായി പറയുന്ന അഹീത്തോഫേലിൻ്റെ വാക്കുകൾ കേട്ട് അതിൻ പ്രകാരം മുൻപോട്ട് പോകുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.